ഇവിടെ പെണ്ണിനെ കൂട്ടാൻ പോകുന്നത് എങ്ങനെയാണെന്നറിയോ? പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് അടിച്ച് പൊളിച്ചാണ്. കാണേണ്ട പൂരമാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവരും പെണ്ണുങ്ങളും ആണുങ്ങളും എല്ലാം ചേർന്നിട്ട് അടിച്ച് പൊളിക്കും. ഇവിടെ കണ്ടോ ചെക്കൻ വരുന്നത്? ചെക്കൻ അപ്പം നമ്മളെ കല്യാണ പെണ്ണിൻ്റെ ഗ്രാമം എത്തുമ്പോൾ ചെക്കൻ ഇതുപോലെ കാറിൻ്റെ പുറത്തിങ്ങനെ എല്ലാവരും കാണിക്കും. നമ്മൾ അവിടുന്ന് 1 കിലോമീറ്റർ മുന്നേ നടന്നാണ് പോകുന്നത്. ഇനി അങ്ങോട്ട് നമ്മൾ വണ്ടിയിൽ പോവില്ല, നടന്ന് ഡാൻസും പാട്ടും ആട്ടമൊക്കെ ആയിട്ടായിരിക്കും പോകുന്നത്. 1 കിലോമീറ്ററെങ്കിലും ഇങ്ങനെ നടന്ന് ഡാൻസ് കളിച്ച് പതിയെ നടന്നാണ് അവിടത്തേക്ക് എത്തുക. പടക്കം പൊട്ടിച്ചും പൂത്തിരി കത്തിച്ചും ഡാൻസ് ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം ചേർന്ന് ഡാൻസ്. ഇതിനെ പറയുന്നത് ഭരജാത്രി എന്നാണ്. ഭരജാത്രി. അപ്പോൾ 100 പേര് അവരിങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, 100 പേര് ഇല്ലെങ്കിൽ 50 പേര് ഇല്ലെങ്കിൽ 200 അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അത്രയും പേരാണ് പോവുക. അപ്പോൾ നമ്മളൊരു 100 പേരോളം ഉണ്ട്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഇടയിൽ ആൾക്കാരും കൂടി കൂടും. കാരണം അവരെ വീടെത്താൻ നേരത്ത് ആൾക്കാരും കൂടി എല്ലാവരും മിക്സ് ചെയ്തിട്ടായിരിക്കും ഡാൻസ്. അതിഗംഭീര കാഴ്ചയാണ് ഇന്നത്തെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ. എല്ലാവരും ഇത്ര സന്തോഷത്തിൽ. നമ്മളവിടേക്ക് ഇങ്ങനെ കല്യാണത്തിന് ഇങ്ങനെ ഡാൻസും പാട്ടൊക്കെ ഉണ്ടോ? ഡാൻസും പാട്ടൊക്കെ കളിക്കുന്നല്ലാതെ ഇങ്ങനെ റോഡിലൂടെ കളിച്ചിട്ട് പെണ്ണിനെ കൂട്ടാൻ പോകുന്ന സംഭവമൊന്നുമില്ലല്ലോ. ശരിക്കും ഇതൊരു വെറൈറ്റി സംഭവം തന്നെയാണ്. ഇതെല്ലാവരും നടന്നു വരുന്നുണ്ട്. ഞാനും ആ കൂട്ടത്തിലുണ്ട്. അപ്പോൾ മോളും വന്നിട്ടില്ല, റിസപ്ഷനാണ് അവർ വരുന്നത്. ഇത് കണ്ടോ മക്കളെ? കുറച്ച് നേരം നടക്കും, പിന്നെ ഡാൻസ് കളിക്കും, പിന്നെ നടക്കും, ഡാൻസ് കളിക്കും. അങ്ങനെയൊക്കെയാണ്. അധികം പെൺകുട്ടികളും ആൺകുട്ടികളാണ് ഡാൻസ് കളിക്കുന്നത്. കോപ്പിറൈറ്റ് വരുന്നതുകൊണ്ടാണ് എനിക്കിത് മ്യൂസിക് അധികം ഇടാൻ പറ്റാത്തത്. DJ വണ്ടിയാണ് ആ ഫ്രണ്ടിൽ പോകുന്നത്. ബാൻഡ് മുട്ടുന്നവരും പോകുന്നുണ്ട്. ഇപ്പോൾ DJ പാട്ട് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ഭയങ്കര ബോക്സിലൊക്കെ ഭയങ്കര സൗണ്ടിൽ ബോക്സിലിങ്ങനെ മുട്ടുന്ന കേൾക്കണം. അതിമനോഹരമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചാൽ പോലും കേൾക്കില്ല, അത്രയും സൗണ്ടിലായിരിക്കും സോങ്ങൊക്കെ വെച്ചിരിക്കുന്നത്. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ കാണിച്ചുതരാം. എനിക്ക് കോപ്പിറൈറ്റ് വരുന്നതുകൊണ്ട് സോങ് അധികം കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ വോയിസ് റെക്കോർഡ് ഇടുന്നത് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഒഡീഷയിലെ വ്യത്യസ്തമായ കല്യാണ രീതികളുടെ വീഡിയോ ഇപ്പോൾ 3 ഭാഗങ്ങളായിട്ട് ഇട്ടിട്ടുണ്ട്. ഇത് 3ാമത്തെ ഭാഗമാണ്, ഭരജാത്രിയിലെ വിശേഷം. ഇനി നെക്സ്റ്റ് വീഡിയോ വരുന്നത് അവിടെ എത്തിയിട്ട് കല്യാണത്തിൻ്റെ ഭാഗങ്ങളാണ്. അപ്പോൾ റോഡ് നീളെ പോകുന്ന ഇവരുടെ സന്തോഷവും ഹാപ്പിയാണ്. ഇത് എന്നെ പിടിച്ച് വലിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ഇല്ല മോളെ നീ കളിച്ചോളൂ, ഞാൻ വീഡിയോ എടുക്കാം, എന്നെ പിടിച്ച് വലിക്കണ്ടെന്ന് പറഞ്ഞു. കാരണം എല്ലാവരും അവരുടെ സന്തോഷമാണ്. ഒരു കല്യാണം എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര അവർക്ക് ഹാപ്പിയാണ്. ഈ ഭരജാത്രി ആഘോഷത്തിന് വേണ്ടിയിട്ടാണ് ഈ പിള്ളേരെല്ലാം ഒരുങ്ങിക്കെട്ടി വരുന്നത്. കല്യാണത്തിൻ്റെ ഭരജാത്രിക്ക് പോകുന്നുണ്ടോ എന്ന് ആദ്യം അവർ ചോദിക്കുക. കാരണം ഈ DJൻ്റെ കൂടെ ഡാൻസ് കളിക്കാനേ അവരിങ്ങനെ അടിച്ച് പൊളിച്ച് കളിച്ച് പിന്നെ അവിടെ എത്തുമ്പോഴേക്കും നമുക്ക് ഭയങ്കര നല്ല അടിപൊളിയായിട്ടുള്ള ഫുഡൊക്കെ ഒരുക്കിയിട്ടുണ്ടാവും. അപ്പോൾ പോയതും അവിടെ ഭക്ഷണമാണ്. രാവിലെ ഈ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഉച്ചയ്ക്ക് ഇപ്പോൾ 4 മണിക്കൊക്കെയാണ്. രാത്രിയിലാണ് ഭരജാത്രി, രാത്രി കല്യാണമാണ്. പക്ഷേ ഇതിപ്പം നമ്മൾ കുറച്ച് നേരത്തെ തുടങ്ങി. കാരണം ആ ഏരിയ കുറച്ച് ഇതുപോലെ കാട്, ഒരു ഗ്രാമമാണ്. അതുകൊണ്ട് പിന്നെ നമുക്ക് രാത്രി വേണ്ടാന്ന് പറഞ്ഞിട്ട് പകലാണ് വെച്ചത്. എന്നാലും നമ്മളിപ്പോൾ ഈ ഭരജാത്രി പോകുന്നത് ഇപ്പോൾ 3:30-4 മണിയൊക്കെ ആയി. അവിടെ ഫുഡ് കഴിക്കാനാകുമ്പോഴേക്കും 4 മണിയായി. ഉച്ചയ്ക്ക് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടാണ് വന്നത്. പിന്നെ അപ്പോൾ ഇവരുടെ ഭക്ഷണം കഴിക്കുന്ന രാത്രിയായിരുന്നു. ഒഡീഷ കല്യാണത്തിൻ്റെ വലിയൊരു പ്രത്യേകതയാണ് ഈ ഭരജാത്രി. അതാണ് അവർക്ക് സന്തോഷം. ഭരജാത്രിയിൽ ഉടുത്തൊരുങ്ങി ഡാൻസും പാട്ടുമായിട്ട് നല്ല ഫുഡ് കഴിക്കുക. അപ്പോൾ DJ വണ്ടീൻ്റെ കൂടെ കളിക്കുന്ന കുട്ടികൾക്കൊക്കെയാണ് ഭയങ്കര സന്തോഷം. അവിടെ ഫ്രണ്ടിൽ കളിക്കുന്നുണ്ടോ, ചെക്കൻ്റെ അച്ഛനെയും അതിനിടയിൽ പിടിച്ചു കൊണ്ടുവന്ന് ഡാൻസ് കളിപ്പിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കൈകൊണ്ട് ആട്ട് തന്നെ. അതിൻ്റെ ഇടയിൽ ലിപ്പി വന്നിട്ട് എൻ്റെ ക്യാമറയിൽ നോക്കിയിട്ട് അവളുടെ ഫേസ് ഒന്ന് നോക്കിയതാണ്, മേക്കപ്പൊക്കെ പോയോന്ന്. ഇനി ഇതാ വീണ്ടും നമ്മൾ അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതാ ചെക്കൻ ഇതുപോലെ വരുന്നുണ്ട് കാറിൻ്റെ ഇങ്ങനെ വെളിയിൽ എല്ലാവരെയും കണ്ടുകൊണ്ട്. ആ ഗ്രാമം മുഴുവൻ കാണണമല്ലോ ചെക്കന്. അപ്പോൾ അവരെ ഗ്രാമത്തിലാണല്ലോ ഈ കളിക്കുന്നത്. 1 കിലോമീറ്റർ ഒരു ഗ്രാമം എന്ന് പറയുമ്പോൾ ഇങ്ങനെ നീണ്ട് കിടക്കുമായിരിക്കുമല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ ഒഡീഷയിലെ വെറൈറ്റി ആയിട്ടുള്ള ഓരോ സംഭവങ്ങൾ കണ്ട് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ഓപ്ഷൻ വന്നാൽ ഹൈപ്പും കൂടി ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക. ഇനിയും നല്ല നല്ല അടിപൊളി വീഡിയോസൊക്കെ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ ഒഡീഷയിലെ വെറൈറ്റി കല്യാണത്തിൻ്റെ 3ാം ഭാഗം കഴിഞ്ഞു. ഇനി അടുത്തത് കല്യാണത്തിൻ്റെ ചടങ്ങുകളാണ്. പിന്നെ റിസപ്ഷൻ്റെ ഉണ്ട്. പിന്നെ ഫസ്റ്റ് നൈറ്റിൽ കുറേ ചടങ്ങുകളുണ്ട്, അത് വിടുന്നുണ്ട്. ഇതെൻ്റെ ഇളയ കുഞ്ഞമ്മയാണ്. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്ക് സപ്തമംഗള എന്ന് പറയുന്ന 7ാമത്തെ ദിവസത്തിലൊരു ചടങ്ങുണ്ട്. ഇത് എൻ്റെ അച്ഛൻ്റെ പെങ്ങളുടെ മോളാണ്. അപ്പോൾ നമ്മുടെ ഫാമിലി തന്നെ ഇവിടെ ഈ നിൽക്കുന്നത് എൻ്റെ അമ്മ.
അപ്പോൾ നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാവരും, ഇത് എൻ്റെ അച്ഛൻ്റെ അനിയനാണ്, മൂന്നാമത്തെ അനിയനാണ്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നവർക്ക് ഒന്ന് കണ്ണടയൊക്കെ വെച്ച് ഒന്ന് റെഡി ആയതാണ്. ഇത് നമ്മുടെ പെങ്ങൾ കുട്ടീൻ്റെ അമ്മായിയമ്മയാണ്, ഈ ചെക്കൻ്റെ പെങ്ങളുടെ അമ്മായിയമ്മ. അപ്പം നമ്മൾ ഫാമിലി തന്നെയാണ് എല്ലാവരും. ഒറിജിനൽ സോങ് എനിക്ക് വെക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. ഒറിജിനൽ എന്ന് പറഞ്ഞാൽ നമ്മളെ നോർത്തിലെ ഹിന്ദി പാട്ടും മൂവിയിലെ സോങ് തന്നെയാണ്, ഹിന്ദിയും ഒഡിയൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള സോങ്ങാണ് ഇവർ പ്ലേ ചെയ്യുന്നത്. ഭയങ്കര ഭയങ്കര അടിച്ചുപൊളി പാട്ടായിരിക്കും കേട്ടോ. അപ്പോൾ അതിനിങ്ങനെ തുള്ളാൻ തോന്നും, പക്ഷേ കോപ്പിറൈറ്റ് വരുന്നതുകൊണ്ട് എനിക്ക് സോങ് അങ്ങനെ വെക്കാൻ പാടില്ലല്ലോ. അപ്പോൾ ഇതുപോലുള്ള ഒരു കല്യാണത്തിനൊക്കെ പങ്കെടുത്തവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയണേ. നോർത്തിലെ കല്യാണമാണ്, നോർത്തിലെ എല്ലാ കല്യാണവും ഇതുപോലെയാണ്, അടിച്ച് പൊളി ഡാൻസ് പാട്ടൊക്കെ ആയിട്ടായിരിക്കും. അപ്പോൾ ഇതുപോലെയൊക്കെ ഒരു കല്യാണം പങ്കെടുത്തിട്ടുണ്ടോ? അപ്പോൾ ഒഡീഷയിലെ ഈ വെറൈറ്റി കല്യാണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയണേ. ഏകദേശം അവിടെ എത്താറായിട്ടോ, അവരുടെ വീടെത്താറായി. അപ്പം എത്താനാകുമ്പോഴേക്കും എല്ലാവരും തുള്ളിച്ചാടലാണ്. ഇത് കണ്ടോ, ചെക്കൻ്റെ അച്ഛനെയൊക്കെ പിടിച്ച് വലിച്ചിട്ട് ഡാൻസ് കളിക്കുന്നതുണ്ടോ. താല്പര്യം ഇല്ലെങ്കിൽ കൂടി അവർ പിടിച്ച് വലിക്കുക, എന്നെ പലരും പിടിച്ച് വലിക്കാനൊക്കെ നിൽക്കുക. ആ തലയിട്ട് പൊന്തിച്ച് നോക്കുന്നത് എൻ്റെ അനിയനാണ്, ആ കണ്ണടയിട്ട് നോക്കുന്നത്. എല്ലാവരും ഉണ്ട്, ഇളയവനും ഉണ്ട്, ഇവിടെ എവിടെയെല്ലാം ഉണ്ട്, അവരെല്ലാം ബിസിയാണ്, ആരെയും എവിടെയൊന്നും കിട്ടുമൊന്നുമില്ല. പിന്നെ ഒരുപാട് ഇവിടെയുള്ള നാട്ടുകാരൊക്കെ ഇങ്ങനെ ഇവരെ ബരജാത്രി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇങ്ങനെ ആൾക്കാരെല്ലാം ഇങ്ങനെ പാട്ടും കൊട്ടും സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ അവരെല്ലാം ഇങ്ങനെ വന്ന് നോക്കും. അപ്പോൾ അവിടെ കല്യാണമാണല്ലോ ഗ്രാമത്തിൽ, അവരൊക്കെ ഇങ്ങനെ വന്ന് നോക്കുകയാണ് ഇവരെങ്ങനെയൊക്കെ കളിച്ച് പോകുന്നത്, എന്താണ് ഇവരുടെ ഇത് എന്നൊക്കെ. അപ്പം എല്ലാവരും അവരെ വീടെത്താൻ നേരത്ത് മദ്യം മറന്ന് എൻ്റെ അമ്മേനെയും പിടിച്ച് വലിച്ച് കൊണ്ടുപോയി ഡാൻസൊക്കെ കളിപ്പിക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ തുള്ളുക, ഡി ജെൻ്റെ കൂടെ തുള്ളൽ തന്നെ.
അപ്പോൾ അതവർക്കൊരു സന്തോഷം. ഇത് ഞങ്ങൾക്ക് പരിചയമുള്ള എൻ്റെ അനിയൻ്റെ കൂട്ടുകാരനാണ്. അവൻ അനിയെ പിടിച്ച് വലിക്കുന്നുണ്ട്, ഒഴിഞ്ഞു മാറിയില്ല എന്ന്. അപ്പോൾ ലിപ്പി വേർത്ത് കുളിച്ച് അവളാകെ അവശയാകുമ്പോൾ ഓടി വരും, ടവലെടുക്കും, തുടയ്ക്കും, പിന്നെ വീണ്ടും പോവും, കളിക്കും. അപ്പോൾ അവളും ചെറിയ പ്രായമേ ഉള്ളൂ കേട്ടോ, അവൾക്ക് 10, 21, 22 വയസ്സൊക്കെ ഉള്ളൂ. ചെറുതിലേ കല്യാണം കഴിഞ്ഞൊരു കൊച്ചൊക്കെ ആയി. അപ്പോൾ അവൾക്ക് ആ കുട്ടികളി ഇതുവരെ മാറിയിട്ടില്ല. അപ്പോൾ അവളും ഇവരുടെ കൂടെ ഡാൻസ് കളിയോട് കളിയായിരുന്നു. എന്താ കണ്ടോ, ലിപ്പിയും എൻ്റെ അച്ഛൻ്റെ പെങ്ങളുടെ മോളും എൻ്റെ അനിയൻ്റെ കൂട്ടുകാരനും എല്ലാവരും കൂടിയിട്ട് ഭയങ്കര കളിയാണ്. അപ്പോൾ ഇവർ DJ ഡാൻസിൻ്റെ ഞാൻ കുറച്ചും കൂടി അങ്ങെത്തുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇവിടുത്തെ ഈ സ്നോ പോലെ എന്തൊക്കെയോ ഇങ്ങനെ ഇതാക്കുന്നുണ്ട്. അതാണ് ഈ ലിപ്പീൻ്റെ തലയൊക്കെ ഫുള്ള് വൈറ്റ് കളറാണ്. അപ്പോൾ നമ്മുടെ പയ്യൻ കല്യാണ ചക്കൻ ഇത് നമ്മൾ ബാക്കിൽ തന്നെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഫ്രണ്ടിൽ ഡാൻസ് കളിച്ചുകൊണ്ട് പോകുന്നത്. ഈ പയ്യൻ എന്നെ പിടിച്ച് വലിക്കുകയാണ് ഡാൻസ് കളിക്കാൻ. എങ്ങനെയല്ലോ കഴിച്ചിലായി. പിന്നെ കൂട്ടുകാരൻ്റെ മോനാണ് അമ്മേനെയും പിടിച്ച് ഡാൻസ് കളിപ്പിക്കുന്നുണ്ടോ. ഇവൻ ഭയങ്കര തുള്ളലും ആട്ടും എൻ്റെ അതൊന്നും പറയണ്ട. അപ്പോൾ ചെക്കൻ ഇങ്ങനെ നമ്മൾ ബാക്കിൽ തന്നെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളാണ് ആദ്യം പോകുന്നത്. ഇനി അങ്ങ് എത്താൻ നേരത്ത് നോക്കിയോ അവരുടെ ടീമും നമ്മളെ ടീമും കൂടിയിട്ട് ലാസ്റ്റിലൊരു ഡാൻസ് ഉണ്ട്. കാരണം ഇപ്പോൾ കഴിയുമല്ലോ, ഏകദേശം വീടെത്താറായി. വീട്ടിലേക്കല്ല പോകുന്നത്, കല്യാണ മണ്ഡപമാണ്. അപ്പോൾ മണ്ഡപത്തിൻ്റെ അവിടെ എത്താനാകുമ്പോൾ നിർത്തും. അപ്പോൾ അത് എൻ്റെ അനിയൻ പോയിട്ട് ചെക്കനെ എടുത്തുകൊണ്ട് വരും. ചെക്കനെ എടുത്തുകൊണ്ട് വന്നിട്ട് പിന്നെ ഡാൻസ് കളിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരികയാണ്. അവരെ ഗ്രാമം എത്താനായല്ലോ. അപ്പോൾ ആ ഗ്രാമത്തിലുള്ള എല്ലാവർക്കും ചെക്കനെ കാണുകയും വേണം. അപ്പോൾ ചെക്കൻ ഇങ്ങനെ എടുത്തിട്ട് വരണം, താഴെ നിർത്തരുത് എന്നാണ്. പക്ഷെ അവിടെ താഴെ നിർത്തി ഡാൻസൊക്കെ കളിച്ച് അച്ഛൻ ചീത്തയൊക്കെ പറഞ്ഞ് പിന്നെ വീണ്ടും പോയി കാറിലൊക്കെ ഇരുന്ന് കാറ് കണ്ടോ അലങ്കരിച്ചിരിക്കുന്നത്. ഇത് ഇവിടുത്തെ ഒഡീഷയിലുള്ള എല്ലാ കല്യാണങ്ങൾക്കും ഇതുപോലെ കാറൊക്കെ നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ടാവും. അപ്പോൾ ചെക്കനെ പൊന്തിച്ചുകൊണ്ട് കൊണ്ടുപോവുകയാണ്. അങ്ങനെ ഡാൻസ് കളിക്കും, പക്ഷേ ഇങ്ങനെ തോളത്തിരുന്ന് കളിക്കണം എന്നാണ്, താഴെ ഇറക്കരുതെന്നുണ്ട്. പക്ഷേ അനിയൻ എന്ത് ചെയ്ത് അവനെ താഴെ ഇറക്കി. അവർ ആ ഏജിലുള്ള പിള്ളേരല്ലേ, ആ വൈബ് അവർ കാണിച്ചു. പക്ഷേ അച്ഛനുടനെ വന്ന് വേണ്ട, താഴെ ഇറക്കിയത് എന്തിനാന്ന് പറഞ്ഞ് പിന്നെ ചെക്കനെ കൂട്ടിയിട്ട് പോയി. ചെക്കൻ കാർ തന്നെ കയറി ഇരിക്കുകയൊക്കെ ചെയ്തു. ഇനിയിപ്പോൾ അവിടെ എത്താൻ നേരത്ത് ഭയങ്കര ബഹളമായിരിക്കും, നല്ല രസമായിരിക്കും. പിന്നെ ഇവർ എൻ്റെ അനിയൻ്റെ മോളാണ് ഈ ചുരിദാറിട്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ അപ്പോൾ അവളും ഇവരെല്ലാം കൂടി അവരുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഡാൻസ് കളിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ പരജാത്രയ്ക്ക് അവർക്ക് നാണവും മാനമൊന്നുമില്ല. എല്ലാവരും എന്ന് പറഞ്ഞാൽ അവരുടെ ആഘോഷം. പിന്നെ ഇവർ ആഘോഷിക്കുന്നത് കുമാരപൂർണിമ എന്ന് പറയുന്നൊരു ഫെസ്റ്റിവലിൽ ഇവർ പെൺപിള്ളേരെല്ലാം അങ്ങനെയൊക്കെ ഉള്ള ദിവസങ്ങളിൽ മാത്രമാണ് ഇവർ ലേഡീസ് എല്ലാം ഒന്നിച്ച് കൂടുന്നതും ആട്ടവും പാട്ടവും ഒക്കെ ആയിട്ട് കളിക്കുന്നത്. അപ്പോൾ ലിപ്പിയൊക്കെ ടയേർഡായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ചെക്കൻ്റെ എത്തിക്കഴിയുമ്പോൾ ചെക്കനെ കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഒരു പലകയൊക്കെ അവിടെ വെച്ച് കാല് കഴുകി ചെക്കനെ ഇങ്ങനെ എടുത്തോണ്ട് പോയി പെണ്ണിൻ്റെ അടുത്ത് ഇരുത്തണം, മണ്ഡപത്തിൻ്റെ അടുത്ത്. അവിടെ ഒന്നും പയ്യൻ ഇങ്ങനെ നടന്നു പോകാൻ പാടില്ല. അതൊക്കെ ഒരു ബഹുമാനത്തിൻ്റെ ഇതാണ്. അപ്പോൾ ആ വീഡിയോ ഒക്കെ ഞാൻ ഉടനെ തന്നെ 2 ദിവസത്തിനുള്ളിൽ തന്നെ അത് വിടും. അപ്പോൾ ബാക്കിയുള്ള ഭാഗങ്ങൾ കൂടി മറക്കാതെ എല്ലാവരും കാണണം. ഇനിയും കുറേ കാര്യങ്ങൾ, നല്ല അടിപൊളിയായിട്ടുള്ള കുറേ സംഭവങ്ങളൊക്കെ ഇനിയും ഞങ്ങൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. കല്യാണം എന്ന് പറഞ്ഞാൽ ഇവിടെ അതിഗംഭീര ചടങ്ങുകളാണ്, ഒരുപാട് ചടങ്ങുകളുണ്ട്. നല്ല രസമുള്ള ചടങ്ങുകളും അതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. പിന്നെ ഇവിടെ ലിപ്പിൻ്റെ പപ്പ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്, നമ്മുടെ ഇളയ കൊച്ചച്ഛൻ, അച്ഛൻ്റെ ഇളയ അനിയൻ. പെണ്ണിനെ കൂട്ടിയിട്ട് പോകുന്നതൊക്കെ ബഹുഗംഗമാണ്. പിന്നെ ഫസ്റ്റ് നൈറ്റിലെ വിശേഷം അടിപൊളിയാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ ഉടനെ തന്നെ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ മണ്ഡപത്തിൻ്റെ മുന്നിലെത്തി. അപ്പോൾ അവരുടെ ആൾക്കാരും നമ്മുടെ ആൾക്കാരും ചേർന്നിട്ടുള്ള ഡാൻസാണ് ഇനി.
ഇവിടെ എത്തിയപ്പോൾ എല്ലാവരും കൂടി അവരെ ആൾക്കാർ ഇവരെ ആൾക്കാർ എല്ലാവരും കൂടി അടിച്ചു പൊളിക്കുകയാണ്. അപ്പോൾ നമുക്ക് കൂൾ ഡ്രിങ്ക്സ് ഒക്കെ തരും. ഇവിടെ എത്തുമ്പോൾ എല്ലാവർക്കും കുടിക്കാൻ വെള്ളമൊക്കെ തരും. അപ്പോൾ ഇനി ഉള്ളിലേക്ക് കയറാൻ പോകുമ്പോൾ ഇപ്പോൾ DJ ഒക്കെ ഓഫാക്കും. അപ്പോൾ അതിന് മുമ്പ് എല്ലാവരും കൂടി അടിച്ചു പൊളിച്ച് ഡാൻസൊക്കെ കളിച്ചിട്ട് ഒന്നും കൂടി എല്ലാവരും ഒന്ന് തുള്ളിയിട്ട് എല്ലാം സ്റ്റോപ്പ് ചെയ്യും വണ്ടിയൊക്കെ. അപ്പോൾ ഇവിടെ എൻ്റെ അച്ഛൻ്റെ പെങ്ങൾ ഇതാ പൂവും അരിയും ഒക്കെ ഇടുകയാണ്. ഇതാ വണ്ടി ഇവിടെ ഇനി ചെക്കനെ ഇറക്കുന്നത് ഒരു ചടങ്ങ് തന്നെയുണ്ട്. അത് പെണ്ണിൻ്റെ ആങ്ങളെ വന്നിട്ട് ചെക്കനെ പലകേൻ്റെ പുറത്ത് കാലെല്ലാം കഴുകിയിട്ട് ചെക്കനെ എടുത്തുകൊണ്ട് പോകണം. എന്നിട്ട് എടുത്തുകൊണ്ട് പോയിട്ട് സ്റ്റേജിൽ ഇരുത്തും. അപ്പോൾ അവിടെയും കുറേ കർമ്മങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതാ ഈ കാണുന്ന ഇതെങ്ങോട്ട് നോക്കുന്നത്, ക്യാമറ ഇങ്ങോട്ട് നോക്കുന്നത് എൻ്റെ അനിയൻ്റെ ഭാര്യയാണ്, ലിപ്പിയുടെ ഹസ്ബൻഡ് തങ്ങ്. അപ്പോൾ ഇത് ചെക്കൻ്റെ പെങ്ങൾ. ഇതാ ഈ ഓറഞ്ച് ഇത് ഇപ്പോൾ ഇളയ അനിയൻ. അതാ ബ്ലാക്ക് കളർ ഇട്ടിട്ട് പോയത് അനിയൻ. പിന്നെ അതാ ഡാൻസ് കളിക്കുന്നുണ്ട് അവൻ. ഇപ്പോൾ എല്ലാവരും കളിക്കുന്നുണ്ട്. ഇത് ലാസ്റ്റ് ഡാൻസാണ്. ഇപ്പോൾ എല്ലാം പാട്ടെല്ലാം ഓഫാക്കും. അപ്പോഴുള്ള ലാസ്റ്റത്തെ തുള്ളലാണ്. DJ ഇതാ ലൈറ്റൊക്കെ ഇട്ടിട്ട് അടിച്ച് പൊളിക്കുകയാണ്. അപ്പോൾ ഇതോടെ ഇവരെ ഭരജാത്രിയിലെ ഡാൻസ് പ്രോഗ്രാം കഴിഞ്ഞു. ഇനി ഭക്ഷണം കഴിച്ച എല്ലാവരും പോവും. പിന്നെ ഇതാ അച്ഛൻ്റെ കൊച്ചച്ഛൻ വന്നിട്ട് പറയാണ് മതി സ്റ്റോപ്പ് ചെയ്യൂ എല്ലാവരും സ്റ്റോപ്പ് ചെയ്യൂ, ഇവിടെ പരിപാടി തീർന്നു, ഇനി ഫുഡ് കഴിക്കാൻ പോകണം. ഇനി ചെക്കനെ ഉള്ളിലേക്ക് കയറ്റുന്ന ചടങ്ങുകളാണ്. അപ്പോൾ ബാക്കി വീഡിയോ നെക്സ്റ്റ്